ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി ഇട്ടപ്പോൾ ഹീറോയ്ക്ക് പറഞ്ഞാൽ ഹീറോയോ ഇങ്ങനെയായിട്ട് കൊറിയയ്ക്ക് കഷ്ടപ്പെട്ട് കൊറിയയിലേക്ക് എത്തി. അങ്ങനെ ഹോട്ടൽ ഹീറോയിൻ്റെ ചേട്ടൻ പറഞ്ഞ അതേ ഹോട്ടലിൽ താമസിച്ചായിരുന്നു. അത് ഹീറോയ്ക്ക് അറിയില്ല അത് ആരാ ഹോട്ടൽ എന്ന് പറഞ്ഞ്. അങ്ങനെ ഹോട്ടലിൽ താമസിച്ച ഹീറോയിൻ്റെ ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് അവർ സംസാരിക്കായിരുന്നു. മച്ചി പ്ലേസ് നമുക്ക് നൈറ്റ് പോവാം. ശരി ഓക്കെ നൈറ്റ് പോവാം പറഞ്ഞ് ഹീറോയി റെസ്റ്റ് എടുക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനായിട്ട് ഹീറോ ഈ റെസ്റ്റ് എടുക്കാൻ തുടങ്ങിയായിരുന്നു. പിന്നെ അപ്പുറത്തെ ഫ്ലാറ്റിൽ തന്നെ കുറച്ച് 2 ഫ്ലാറ്റ് കഴിഞ്ഞ ശേഷം അപ്പുറത്തെ ഫ്ലാറ്റ് റൂം നമ്പർ ഹീറോയി കഴിഞ്ഞ റൂം 2 റൂം കഴിഞ്ഞിട്ട് റൂമിൽ ഒരു ചെക്കനുണ്ടായിരുന്നു. ഹീറോയിനെ കണ്ട് ഫ്ലാറ്റായിരുന്നു. വാ ഭംഗിയായിട്ടുണ്ട് ആരാ ഇവളെന്നു കറക്റ്റായിരുന്നു അവൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഹീറോയി റെഡിയായി വെളിയിൽ വന്നു നന്നായിട്ട് ഹീറോയിൻ വെളിയിൽ വന്ന് കറങ്ങാൻ തുടങ്ങി. ആ ചെക്കൻ ഫോളോ ചെയ്യുന്നത് ഈ ന്യൂസ് ഒരു ഹീറോയിനെ നോക്കുന്ന ഒരു ബോഡി ഗാർഡ് ഹീറോയിനെ ഫോളോ ചെയ്യുന്ന ആ ബോഡി ഗാർഡിക്ക് എത്തിക്കും ന്യൂസ് അവിടുത്തെ ഓണർക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു. അവനക്ക് കണ്ണാൽ റെഡ് കളറായി. എന്താ ശരി ഓക്കെ ഞാൻ പറഞ്ഞ മതി ചെയ്ടാന്ന് പറഞ്ഞു. ആനായിട്ട് ഹീറോയ്ക്ക് ഇറങ്ങി വന്നായിരുന്നു. റൂമിനകത്ത് പോയായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് കോൾ വന്നായിരുന്നു. ഹലോ ചേട്ടാ എന്താ മോളെ നീ ഫ്ലാറ്റിൽ ഇരുന്നല്ലേ? അതെ ചേട്ടാ ഫ്ലാറ്റിൽ പറഞ്ഞ നീ ഇപ്പോൾ ഒരാൾ വരും നീ അവരെ കൂടെ പോ. എന്താ ചേട്ടാ പറഞ്ഞ? അതില്ലമ്മ ഇപ്പോൾ ഒരാൾ വരും ഞാൻ പറഞ്ഞ ഒരു ഫോട്ടോ അയക്കാം അവർ വന്നാൽ നീ അവരുടെ കൂടെ വണ്ടിയിൽ കയറിക്ക് പോയിക്കോന്ന് ഹീറോയിനോട് പറഞ്ഞു. ശരി ഓക്കെ എന്ന് പറഞ്ഞു ഹീറോയി. അങ്ങനെ ആ ചെക്കൻ ഹീറോയിനോട് കുറച്ച് ട്രെയിൻ ചെയ്തതാണ്. ഹീറോയി പാക്ക് ചെയ്ത് വെളിയിൽ വന്നിരുന്നു. ആ ചെക്കന് കുറച്ച് ജോലിയാണ്. ആ ചെക്കൻ കമ്പനി ജോലി ചെയ്യുന്നത് അതുകൊണ്ട് ആ ചെക്കൻ പോയിരുന്നു. പിന്നെ നാളെ നോക്കാം അവൾ ഇവിടെ തന്നെ ഉണ്ടാവും പറഞ്ഞ് അവൻ കണ്ട് കഥ പോയിരുന്നു. ഹീറോയി അങ്ങനെ ഒരു ബ്ലാക്ക് കാർ വന്ന് ആ വണ്ടിയിൽ ഹീറോയിൻ്റെ ഫ്രണ്ട് കയറിയായിരുന്നു. ആ വണ്ടി ഇങ്ങനായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടായിട്ട് വണ്ടിയിൽ ഇറങ്ങിയായിരുന്നു. നോക്കുമ്പോൾ അത് ഒരു വീടായിരുന്നു. വീട്ടിലിറങ്ങിയത് വീട് പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ ഷോക്കായി നോക്കുമ്പോൾ 2 ബേബീസ് വന്ന് ഹീറോയിനെ ആക്കിച്ചേരും. മമ്മി എന്ന് ഹീറോ താഴെ നോക്കും. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ബേബീസ് നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? മമ്മി വാ ഡാഡി വിളിച്ചായിരുന്നു. മമ്മി വരുന്ന കാര്യം ഡാഡി പറഞ്ഞു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അങ്ങനെ ഹീറോ അകത്ത് പോയായിരുന്നു. അങ്ങനെ ഹിജാങ്കൊക്കെ അമ്മ അച്ഛനും ഉണ്ടായിരുന്നു. മമ്മി ഡാഡി വാ മോളെ എന്ന് പറഞ്ഞു. ഹീറോയി ഷോക്കായി നോക്കുന്നു. ആൻറ്റി അങ്ങ് അതെ ജങ്കുയുടെ വൈഫല്ലേ? അതെ ആൻറ്റി വാ വിളിക്ക് അവരെല്ലാം സംസാരിക്കുമായിരുന്നു. ഓക്കെ ഇപ്പോൾ ജങ്കുക്ക് ഇപ്പോൾ വരാൻ പോകുന്നു. ജങ്കുക്ക് റൂമിൽ പറഞ്ഞു. അത് ബാ കുട്ടികൾ മമ്മി എൻ്റെ റൂം കാർഡ് എന്ന് പറഞ്ഞു. അങ്ങനെ ബേബീസ് 2 പേരും പോയി ഇതാണ് ഡാഡി റൂം എന്നെ റൂമിനകത്ത് പോകുന്ന ഷോക്കായിരുന്നു. ബാ അതെന്തൊക്കെ കുട്ടികൾ കൂടി ഓടിപ്പോയായിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ജങ്കു കുളിച്ച് ഫ്രഷായിട്ട് ഒരു ഡ്രസ്സ് പറഞ്ഞൊരു കുളിച്ചിട്ടുന്ന ഒരു ഡ്രസ്സ് അത് കുറച്ച് ക്ലീൻ ഹീറോയിൻ ഓക്കെ ആയിരുന്നു. ഷോക്കായി ഷോർട്ട് പാൻറ് ഇട്ടിച്ച് ഹീറോയിനെ നോക്കി ജങ്കുക്ക് ഹീറോയിൻ ഷോക്ക് തിരിഞ്ഞു വരുന്നു. ജങ്കൊക്കെ ചിരിക്കുകയായിരുന്നു. ചിരിച്ചിട്ട് മറ്റത് ഹീറോയിൻ്റെ അടുത്ത് വന്നായിരുന്നു. ഹീറോയിനെ ഡിപ്പ് പിടിച്ച് ഹച്ചത് ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. തിരിഞ്ഞു നോക്കിയാൽ ജങ്കോക്ക് അത് സോറി ഞാൻ റൂമിക്ക് ഇങ്ങനെ ഹീറോയിൽ പോകാൻ നോക്കി ജങ്കൊക്ക് പിടിച്ചു. ഇത്ര നാളൊന്നും ബിസി ആയിട്ടുണ്ടാകും കോളിൽ സംസാരിക്കുന്നത് ഹീറോയിൻ്റെ കൂടെ ജങ്കൊക്ക് സംസാരിക്കുന്നത്. ഇപ്പോൾ 2 പേരും ഹസ്ബൻഡ് വൈഫ് അക്സെപ്റ്റ് ചെയ്തായിരുന്നു. ജങ്കുക്ക് പറഞ്ഞു എനിക്ക് കഴിയുമ്പോൾ പഠിച്ചു 2 പേര് ഹസ്ബൻഡ് വൈഫ് മാറി. പിന്നെ ഹീറോയിൻ ഫോണിൽ സംസാരിക്കുമോ ജങ്കു എപ്പോഴും ഇപ്പോഴെന്താ ഫോണെല്ലാം സംസാരിക്കുമോ ഇപ്പം എൻ്റെ വീടെല്ലാം റെഡ് കളറായി ഹീറോയിൻ കേൾക്കായിരുന്നു ജങ്കുക്ക് അതെല്ലാം ശരി ഓക്കെ നീ ഇവിടെ പഠിക്കല്ലേ എന്ന് ജങ്കുക്ക് കേട്ടായിരുന്നു. അത് ശരി എൻ്റെ 3rd ഇയർ ഇവിടെ പഠിച്ചോ നീ പറഞ്ഞു ജങ്കുക്ക് അത് ഓക്കെ ആണോ നിങ്ങൾക്ക് എന്നാൽ ഹീറോയ്ക്ക് കേട്ട് ക്യൂട്ടായിട്ട് കേൾക്കാൻ തുടങ്ങിയ ജങ്കുക്ക് ചിരിച്ചിട്ട് ഓക്കെ ഇവിടെ പഠിച്ചോ എന്ന് പറഞ്ഞു. ശരി ഓക്കെ എന്ന് ഹീറോയിൻ ചിരിച്ചിട്ട് പറഞ്ഞായിരുന്നു. ശരി ഓക്കെ ഇനി ഹീറോയിൻ വാവും ഇനി ഹീറോയിൻ്റെ അടുത്ത് ഡ്രസ്സ് നിങ്ങൾ ചേഞ്ച് ആക്കി പോകാൻ വെളിയിൽ പോകുന്നു ഹീറോയിൻ നോക്കിയായിരുന്നു. ചങ്കൊക്കെ പിടിച്ച് ഹീറോയിനെ കിസ് ചെയ്തു. ബേബി നീ കോളേജിലേക്ക് ഇവിടെ തന്നെ പോകണം അതൊക്കെ നീ ഓൺലൈനിൽ പഠിച്ചോ നീ വീട്ടിലിരുന്നോ കോളേജിൽ പോയി അത് എന്ന് പറഞ്ഞ് ഹീറോയിനെ ചോദിച്ചു. ഹീറോയ്ക്ക് മനസ്സിലായിരുന്നു. ശരി ഓക്കെ എന്നാ പറഞ്ഞത് ബേബീസിനോട് നോക്കണ്ടേ. ശരി ഓക്കെ എന്ന് ഹീറോയിൻ സ്മൈൽ ചെയ്ത് പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ 2 ഫ്രണ്ട്സ് പറഞ്ഞ് അവർ പ്ലേസിലേക്ക് പോയായിരുന്നു. ഹീറോയിൻ ജങ്കുക്ക് പറഞ്ഞ ഹീറോയിൻ ജങ്കുക്ക് കൂടെ ആയിരുന്നു. ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് ഒരു മാതിരിയാവാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിൻ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് പഠിച്ചു കഴിഞ്ഞ് ടയർഡായി വന്ന് റെസ്റ്റ് എടുത്തായിരുന്നു. ഹീറോയ്ക്ക് പോകാൻ വരുന്നു അവർക്ക് മാങ്ങ വീണായിരുന്നു. ഹീറോയിൻ്റെ ജങ്കുക്ക് മമ്മി ഇവിടെ വന്ന് എന്ത് പറ്റിയത് ജങ്കുക്ക് ഓടി വന്നു എന്ത് പറ്റി മോം ഇല്ലടാ എൻ്റെ വൈഫ് മാങ്ങ വീണടാ പോവാന്ന് അങ്ങനെ ഫോൺ ചെയ്ത് പറ്റിയായിരുന്നു. ഡോക്ടർ ചെക്ക് ചെയ്ത് ജങ്കുക്കിനെ നോക്കുമായിരുന്നു. ജങ്കുക്ക് ഒന്നും മനസ്സിലായില്ല. ജങ്കുക്കിനോട് വന്നു കൺഗ്രസ് ജങ്കുക്ക് എന്ന് ജങ്കുക്കിനോട് പറഞ്ഞു. ജങ്കുക്ക് ഭയങ്കര ഹാപ്പിയാണ്. ജങ്കുക്ക് മമ്മി പറഞ്ഞു എന്താടാ അതല്ല മമ്മി ഞാൻ ഈ ഡാഡി ആകാൻ പോവാന്ന് പറഞ്ഞു. ജങ്കുക്ക് മമ്മിക്ക
ഡാഡിക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെയായിട്ട് അങ്ങനെ കുറച്ച് നാൾ ഇതാക്കി. ഹീറോയ്ക്ക് ഭയങ്കര ആഗ്രഹം എനിക്ക് നാട്ടിലേക്ക് പോകണം ജങ്കുക്കിന് സാഡായിട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. ജങ്കുക്ക് പറയാൻ തുടങ്ങി നീ വിഷമിക്കണ്ട നമുക്ക് ഇന്ത്യക്ക് പോവാം. ജങ്കുക്ക് പറഞ്ഞു ഞാൻ ഇന്ത്യക്ക് പോവാം പിന്നെ അവിടെ വെച്ച് ഷൂട്ടിങ് ചെയ്യാമെന്ന് ജങ്കുക്ക് പറഞ്ഞായിരുന്നു. ശരി ഞാൻ കുറച്ച് നാൾ ട്രിപ്പ് പോകാൻ പറഞ്ഞു. ജങ്കുക്ക് കുറച്ച് നാൾ ലീവ് കഴിഞ്ഞു. ജങ്കുക്ക് ട്രിപ്പ് ലീവ് കിട്ടിയായിരുന്നു. ജങ്കുക്ക് ഫ്രണ്ട്സിന് കൂടെ ഇന്ത്യക്ക് വന്നു. ജങ്കുക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അതെ എല്ലാവർക്കും മാരേജായി. അതുപോലെ ജങ്കുക്ക് മാരേജായിരുന്നു. ജങ്കുക്ക് വൈഫ് പറഞ്ഞാൽ ഓൾറെഡി ജങ്കുക്ക് ഡിവോഴ്സ് ചെയ്തായിരുന്നു. ജങ്കുക്കൊക്കെ ബേബീസും ഉണ്ട്. പിന്നെ ജങ്കുക്ക് ഡിവോഴ്സ് ചെയ്തായിരുന്നു. ജങ്കുക്ക് ഭയങ്കര സാഡായിരുന്നു. അതുമാത്രമല്ല ജങ്കുക്ക് ഇപ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു ഹീറോയിൻ കൂടെ ഇരിക്കുന്നത് കാണുമ്പോൾ. അങ്ങനെ ഇന്ത്യക്ക് വന്നു. ഹീറോയിൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു ഫോട്ടോ കാണുന്നത് ഹീറോയിൻ്റെ വീട്. അങ്ങനെ വീട്ടിലേക്ക് വന്ന കാരണം ഇങ്ങനെ വീട് വെള്ളം അടിച്ചത് ആരെന്ന് അമ്മ തുറന്നൊക്കെ ആരും മോള് വന്നാണ് ഇങ്ങനെ എല്ലാം എടുത്ത അമ്മക്ക് നടന്ന കാര്യം ഹീറോയിൻ്റെ അമ്മയ്ക്കറിയും. ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു മമ്മി ഡാഡി പറഞ്ഞു ഞങ്ങൾക്ക് കൂടെ കുറച്ച് ഇതുകൂടെ പിന്നെ വരാമെന്ന് ഒരു ബിസിനസ് ചെയ്യാനാണ്. ഹീറോയിൻ വീട്ടിലിരുന്നു. ഞങ്ങൾക്ക് ഹീറോയിൻ നന്നായി കെയറിങ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ജങ്കുക്ക് പറയാൻ തുടങ്ങി. ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഹീറോയിൻ കൂടെ ആയിരുന്നു. ഇപ്പോൾ ഹീറോയ്ക്ക് അങ്ങനെ കുറേ ഡേയ്സ് കഴിഞ്ഞു ഹീറോയിൻ നന്നായി കെയറിങ് ചെയ്തു. ഇപ്പോൾ ഹീറോയ്ക്ക് കുറേ ഡേയ്സ് കഴിഞ്ഞ് ഹീറോ പ്രഗ്നൻ്റ് ഹോസ്പിറ്റലിൽ കൊടുന്നായിരുന്നു. ഡെലിവറി വേണ്ടി ജങ്കുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ജങ്കുക്ക് പറയുന്നു അയ്യോ എന്താണെന്ന് പറഞ്ഞാൽ ജങ്കുക്ക് അറിയാൻ തുടങ്ങിയത്. ബാക്കിയാകുമ്പോൾ സമാധാനമാക്കാം എന്ന് ഇടാൻ ഇങ്ങനെ കയറിന് അറിയില്ലടാ എനിക്ക് സാഡാന്ന് ഇടാന്ന് പറഞ്ഞു. ജങ്കുക്ക് മുറക്കായിരുന്നു ഞാനിടാൻ മുറക്കിന് കോൺഗ്രസ് എന്ന് വെച്ചാന്ന് പറഞ്ഞാൽ അങ്ങനെ ഹീറോയ്ക്ക് ബേബീസ് ജനിച്ച് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുമാത്രമല്ല ഒരു ബോയ് ബേബി ജനിച്ചായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയിന് ക്യാരിങ് ചെയ്തായിരുന്നു ജങ്കുക്ക്. അതിനായിട്ട് ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. ബേബീസ് വളർന്ന് തുടങ്ങിയ ബേബീസ് 2 പേർക്ക് നന്നായിട്ട് ബേബി ക്യാരിങ് ചെയ്യാൻ തുടങ്ങി. ജങ്കുക്ക് പറയാൻ തുടങ്ങിയാണ് ഡാഡി ജങ്കുക്കിനോട് പറയായിരുന്നു ബേബി ഡാഡി എന്താടാ ഞങ്ങൾ ഷോപ്പിംഗ് പോയിട്ട് വരാം ബാ മമ്മിയും കൂടെ തന്നെ പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഹീറോ ഇന്ത്യയിലാണ് ഉള്ളത് കറങ്ങാൻ വന്നായിരുന്നു. ഡാഡി പ്ലീസ് ഡാഡി